ഹായ് ഫ്രണ്ട്സ്, R4യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നിഫ്റ്റിയിൽ ഉണ്ടായതെങ്കിലും ഇന്നലെ ഉണ്ടാക്കിയ ആ ഗെയിനിനെ മൊത്തത്തിൽ മായ്ച്ചുകൊണ്ട് നിഫ്റ്റി 100 പോയിന്റ് താഴോട്ടേക്ക് വന്നിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ ഈ ഒരു നെഗറ്റീവ് ക്ലോസിങ്ങും അതേപോലെ തന്നെ അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഇന്റർനാഷണലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റി ഗ്രൂപ്പ് ഇന്റർനാഷണൽ നടത്തിയ ചില കമന്റും വളരെയധികം ശ്രദ്ധേയമാണ്. അപ്പോൾ സിറ്റി ഗ്രൂപ്പ് എന്നുള്ള ഈ ഒരു ബ്രോക്കറേജ് ഫേം അവർ ഇന്ത്യയെ ഓവർ വെയിറ്റ് എന്ന ആ ഒരു സ്റ്റാൻസിൽ നിന്നും ന്യൂട്രൽ എന്നുള്ള സ്റ്റാൻസിലേക്ക് ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. അതേസമയം തന്നെ അവർ ചൈനയെയും സൗത്ത് കൊറിയയെയും ഓവർ വെയിറ്റ് എന്നുള്ള ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ ഇന്ത്യൻ മാർക്കറ്റിനെ ഡൗൺഗ്രേഡ് ചെയ്യാനുള്ള കാരണമായിട്ട് പറയുന്നത് ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറിയൊക്കെ വളരെ എക്സലൻ്റ് ആണ്, മാക്രോ സ്റ്റോറി വളരെയധികം ബെറ്റർ ആണ്, എക്കണോമിയിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. പക്ഷേ നമ്മുടെ സ്റ്റോക്കുകളുടെ വാല്യുവേഷൻ വളരെ ഹൈ ആയി എന്നാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് EPS ഗ്രോത്തും വാല്യുവേഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് പല സ്റ്റോക്കുകളും സ്കൈ റോക്കറ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു വാല്യുവേഷൻ കാരണം നിലവിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇന്ത്യൻ മാർക്കറ്റ് യോജ്യമല്ല എന്നുള്ള രീതിയിലുള്ള ഒരു ന്യൂട്രൽ സ്റ്റാൻഡാണ് അവർ എടുത്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും സിറ്റി ഗ്രൂപ്പ് പോലെയുള്ള ഒരു റെപ്യൂട്ടഡ് ഫേമിൻ്റെ ഇത്തരം കമൻറ്റുകൾ FIAസിനെ തീർച്ചയായിട്ടും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് കാണാൻ കഴിയും, കഴിഞ്ഞ എത്രയോ ട്രേഡിംഗ് സെഷനിലായിട്ട് FIAs നെറ്റ് സെല്ലേഴ്സ് ആണ്. ഇന്ന് 3670 കോടിയുടെ ഒരു സെല്ലിംഗ് അവർ നടത്തിയതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം FIAസിൻ്റെ നല്ല തോതിലുള്ള ബൈങ് നടന്നാൽ മാത്രമേ നിലവിലുള്ള ഈ ഒരു കൺസോളിഡേഷൻ അല്ലെങ്കിൽ ഈ ഒരു റേഞ്ച് ബൗണ്ട് ലെവലിൽ നിന്നും ഒരു അപ്സൈഡ് മൂവിന് സാധ്യതയുള്ളൂ. അപ്പോൾ സിറ്റി ഗ്രൂപ്പ് അവിടെ മറ്റൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പറയുന്നത് ഇന്ത്യ US നല്ലൊരു ട്രേഡ് ഡീലിലേക്ക് ആ ഒരു സെറ്റിൽമെൻറ്റ് വരുമെന്നുള്ളതാണ്. അത് പോസിറ്റീവായിട്ട് മാർക്കറ്റിനെ സ്വാധീനിക്കുമെന്ന് അവർ പറയുന്നുണ്ട്. അതുപോലെ ഇനി വരാൻ പോകുന്ന Q1 ഏർണിംഗ്സ് റിപ്പോർട്ടുകൾ അത് ഈ വാല്യുവേഷനെ ന്യായീകരിക്കുന്ന രീതിയിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം സ്റ്റോക്കുകളിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയും അവർ പ്രവചിക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമുക്കാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് മുഴുവൻ ട്രംപിനെ ചുറ്റിപ്പറ്റി തിരിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ തന്നെ US മാർക്കറ്റിന്റെ തുടക്കത്തിൽ വലിയൊരു ഫോൾ ഉണ്ടായിരുന്നു. യുഎസിന്റെ മേജർ ഇൻഡെക്സ് ആയിട്ടുള്ള ഡൗ ജോൺസിൽ നല്ലൊരു ഇടിവ് തുടക്കത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇടിവിന് കാരണമായത് ട്രംപിന്റെ ഒരു പ്രസ്താവനയാണ്. അദ്ദേഹം ജെറോം പവലിനെ ഫെഡറൽ റിസർവ് ചെയർ സ്ഥാനത്ത് നിന്നും നീക്കുമെന്നുള്ള ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഈ ഒരു പ്രസ്താവന മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കും, വലിയ തോതിൽ മാർക്കറ്റ് ഫോളോ ചെയ്യും. എന്നാൽ പിന്നീട് അദ്ദേഹം ഈ പ്രസ്താവനയിൽ നിന്ന് പുറകോട്ട് പോവുകയും U-ടേൺ അടിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഡോ ജോൺസ് പിന്നെയും തിരിച്ചു കയറുകയും പോസിറ്റീവ് ക്ലോസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ട്രംപ് സൃഷ്ടിക്കുന്ന ഇത്തരത്തിലുള്ള അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഫാർമ ഇമ്പോർട്ടിൽ 200% താരിഫ് ഏർപ്പെടുത്തുമെന്നുള്ള ഒരു പുതിയ ഭീഷണി. അപ്പോൾ ഈ ഒരു 200% താരിഫ് ഏർപ്പെടുത്തുകയാണെങ്കിൽ അത് ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നമ്മുടെ ഫാർമ സ്റ്റോക്കുകളുടെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ് US. ഫാർമ എക്സ്പോർട്ടിന്റെ 36% അമേരിക്കൻ മാർക്കറ്റിനെ ലക്ഷ്യമാക്കിയാണ് നടക്കുന്നത്. കഴിഞ്ഞ വർഷം തന്നെ 16% ഒരു ഇൻക്രീസ് ആണ് ഈ എക്സ്പോർട്ടിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഓഗസ്റ്റ് 1 മുമ്പായിട്ട് ഈ 200% താരിഫ് ഏർപ്പെടുത്തുമെന്നുള്ള ഒരു പ്രസ്താവനയാണ് വന്നിട്ടുള്ളത്. അതുകൂടാതെ സെമി കണ്ടക്ടർ മേഖലയിലുള്ള ഇമ്പോർട്ടിനും ഇതേ രീതിയിലുള്ള ഒരു താരിഫ് ഏർപ്പെടുത്തുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഫാർമ സെക്ടറിൽ നമ്മുടെ പ്രധാനപ്പെട്ട പല സ്റ്റോക്കുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ബയോകോൺ, ലൂപ്പിൻ, ലോറസ് ലാബ്സ്, സൺഫാർമ പോലെയുള്ള സ്റ്റോക്കുകൾ മേജറായിട്ട് അമേരിക്കൻ എക്സ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. അതേപോലെ ഡോക്ടർ റെഡ്ഡീസ് ലാബ്, അർബിന്ദോ ഫാർമ, സൈഡസ് ലൈഫ് സയൻസ്, ഗ്ലാൻഡ് ഫാർമ പോലെയുള്ള സ്റ്റോക്കുകളും ഈ രീതിയിൽ അവരുടെ മേജർ എക്സ്പോർട്ട് അമേരിക്കയിലാണ്. അപ്പോൾ US യഥാർത്ഥത്തിൽ ഈ രീതിയിലുള്ള താരിഫ് ഭീഷണി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അമേരിക്കയിലുള്ള പല ഫാർമ കമ്പനികളും അവർ ചൈനയിലും ഇന്ത്യയിലുമൊക്കെ മാനുഫാക്ചറിങ് ഫെസിലിറ്റി സ്ഥാപിച്ചുകൊണ്ട് മാനുഫാക്ചറിങ് ചെയ്യുന്നതിനെ ഒഴിവാക്കിക്കൊണ്ട് അവർ തിരിച്ച് അമേരിക്കയിലേക്ക് തന്നെ റീലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പ്രസ്താവനകൾ അദ്ദേഹം നടത്തുന്നത്. അതുകൂടാതെ പല വിദേശ കമ്പനികൾക്കും അമേരിക്കയിൽ അവരുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് നിർമ്മിക്കാൻ അവരെ ഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള പ്രസ്താവനകൾ അദ്ദേഹം നടത്തുന്നത്. അപ്പോൾ ഓൾറെഡി ഇത് മുമ്പേ തന്നെ നടത്തിയ പ്രസ്താവന ആയതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് ഇതിനെ വലിയ തോതിൽ സീരിയസ് ആയി എടുത്തിട്ടില്ല എന്ന് കാണാൻ കഴിയും. കാരണം നിഫ്റ്റി ഫാർമ ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. 0.38% അത് അപ്പായിരുന്നു. നിഫ്റ്റി ഡൗൺ ആയിട്ടും ഫാർമ ഇൻഡെക്സ് അപ്പായതായിട്ട് കാണാം. അതുപോലെ ഇന്ന് പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കമ്പനികളുടെ റിസൾട്ട് വരുന്ന ദിവസമായിരുന്നു. പ്രത്യേകിച്ച് ആക്സിസ് ബാങ്ക്, വിപ്രോ, ജിയോ ഫൈനാൻഷ്യൽ സർവീസസ്, LTI മൈൻട്രി, ഇന്ത്യൻ ഹോട്ടൽസ്, HDFC AMC, പോളിക്യാബ്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് പോലെയുള്ള പല പ്രധാനപ്പെട്ട കമ്പനികളുടെയും റിസൾട്ട് ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം വരികയാണ്. അതിൽ ചില സ്റ്റോക്കുകളുടെ റിസൾട്ട് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇതിൽ വാരി റിന്യൂവബിൾ ടെക്നോളജിയുടെ റിസൾട്ട് എക്സലൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. സെയിൽസിലും നെറ്റ് പ്രോഫിലുമൊക്കെ 100% മുകളിലുള്ള ജമ്പാണ് നമ്മൾ കാണുന്നത്. അതുപോലെ HDFC AMCയിലും നല്ല പ്രകടനമാണ് കാണുന്നത്. ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് എല്ലാ സെഗ്മെന്റിലും കാണാൻ കഴിയും. എന്നാൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ റിസൾട്ടും ന്യൂജൻ സോഫ്റ്റ്വെയറിന്റെ റിസൾട്ടും സിംഗിൾ ഡിജിറ്റിൽ തികച്ചും നിരാശപ്പെടുന്ന റിസൾട്ടാണ് നമുക്ക് കാണാൻ കഴിയുക.
അപ്പോൾ മാർക്കറ്റ് അവറിന് ശേഷം വരാൻ പോകുന്ന മറ്റ് റിസൾട്ടുകൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതാണ്. ഇനി നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് വരുന്നത് ഈ ഓഗസ്റ്റിൽ വരാൻ പോകുന്ന GST കൗൺസിൽ മീറ്റിംഗിൽ വരാൻ പോകുന്ന ചില മാറ്റങ്ങളാണ്. ഇവയും പാർലമെന്റിന്റെയും മൺസൂൺ സെഷൻ കഴിഞ്ഞാലാണ് ഈ ഒരു GSTയുടെ കൗൺസിൽ മീറ്റിംഗ് നടക്കുക. അപ്പോൾ അവിടെ ചില ചേഞ്ചസിനെ പറ്റി ഗൗരവമായിട്ട് ആലോചിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം GST എന്ന് പറയുന്നത് പല സ്ലാബിലുണ്ട്. അത് 0 GST ഉള്ള പ്രൊഡക്റ്റുകളുണ്ട്, 5% GST ഉള്ള പ്രൊഡക്റ്റുകളുണ്ട്, 12% GST ഉള്ള പ്രൊഡക്റ്റുകളുണ്ട്, 18% GST ഉള്ള പ്രൊഡക്റ്റുകളുണ്ട്, 28% GST ഉള്ള പ്രൊഡക്റ്റുകളുണ്ട്. ഇത് കൂടാതെ തന്നെ 0.25 മുതൽ 3% വരെയുള്ള GST ചില പ്രീഷ്യസ് മെറ്റൽസിനും ഉണ്ട്. ഇപ്പോൾ GSTയുടെ ആ ഒരു വരുമാനം വരുന്ന ഒരു കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഈ 5% GST ഏർപ്പെടുത്തിയ ഗുഡ്സിൽ നിന്ന് വരുന്നത് 21% റവന്യൂ ആണ്. അതുപോലെ 12% GST ഏർപ്പെടുത്തിയ സാധനങ്ങളിൽ നിന്നും 19% റവന്യൂ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഏറ്റവും അധികം GST വരുന്നത് 18% GST ഏർപ്പെടുത്തിയിട്ടുള്ള സാധനങ്ങൾ, അവിടെ 44% ഒരു റവന്യൂ ആണ് GST ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ 28% നിന്ന് വെറും 3% ഒരു GST വരുമാനമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ GSTയുടെ ഈ ഒരു സ്ട്രക്ചർ വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്നും ഇത്രയധികം സ്ലാബുകൾ അനാവശ്യമാണെന്നും അവിടെ നിന്ന് 12 പോലെയുള്ള സ്ലാബ് ഒഴിവാക്കാനുമുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 12% GST ഏർപ്പെടുത്തിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ബട്ടർ, ഗീ, പ്രോസസ്ഡ് ഫുഡ്, ആൽമണ്ട്സ്, മൊബൈൽസ്, ഫ്രൂട്ട് ജ്യൂസസ്, വെജിറ്റബിൾ പ്രിപ്പറേഷൻസ്, ഫ്രൂട്ട്സ്, നട്ട്സ്, പ്ലാന്റ്സ്, പിക്കിൾസ്, അതുപോലെ ചട്നി, ജാം, ജെല്ലി, പാക്ക് കോക്കനട്ട് വാട്ടർ, അംബ്രല പോലെയുള്ള സെഗ്മെന്റിലാണ് നമുക്ക് ഈ 12% GST കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു 12% GST ഒഴിവാക്കുകയാണെങ്കിൽ ഈ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഈ പ്രൊഡക്റ്റുകൾ ഒന്നുകിൽ 5%-ലേക്കോ 15%-ലേക്ക് പോകും. അതുകൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു സെഗ്മെന്റിലുള്ള സ്റ്റോക്കുകൾ നമ്മൾ തീർച്ചയായിട്ടും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ ഇന്ന് IPOയുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തിരുന്നു. അത് 7% ഒരു ഗെയിനോട് കൂടിയാണ് ഇന്ന് ലിസ്റ്റ് ചെയ്തത്. കാരണം അതിൻ്റെ IPO പ്രൈസ് 407 ആയിരുന്നു. അപ്പോൾ ലിസ്റ്റ് ചെയ്തത് 435-36 എന്ന ലെവലിലാണ്. അപ്പോൾ പിന്നീട് അത് ക്ലോസിങ്ങിൽ 9% ഒരു ഗെയിൻ ഉണ്ടാക്കിയതായിട്ടും നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ ആന്തം ബയോസയൻസിൻ്റെ IPO ഓൾറെഡി ക്ലോസ് ആയിരിക്കുകയാണ്. ഇത് മൺഡേ ആയിരിക്കും ലിസ്റ്റ് ചെയ്യുക. അതിൻ്റെ GMP നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗ്രേ മാർക്കറ്റ് പ്രീമിയം നോക്കുമ്പോൾ അതും മോശമല്ലാത്ത ഒരു ലിസ്റ്റിംഗ് ഗെയിൻ നേടാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. ഏകദേശം 27% ഒരു ലിസ്റ്റിംഗ് ഗെയിൻ നേടുമെന്നാണ് GMP വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ ഈ വർഷം മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ ഫേസിലായതുകൊണ്ട് തന്നെ IPOയുടെ എണ്ണം വളരെ കുറവായിരുന്നെങ്കിലും ലിസ്റ്റ് ചെയ്ത IPOകളൊക്കെ നല്ല നേട്ടം ഉണ്ടാക്കിയതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഏകദേശം 29 IPOകളാണ് ഇതുവരെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ലിസ്റ്റ് ചെയ്ത ഈ ഒരു സ്മാർട്ട് വർക്ക്സ് കോവർക്കിംഗ് സ്പേസസ് എന്നുള്ള IPO അടക്കം ഈ 29 IPOകളിൽ വെറും 7 IPOകൾ മാത്രമാണ് ലോസിൽ ലിസ്റ്റ് ചെയ്തതെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു 7 സ്റ്റോക്കുകളിൽ 5 സ്റ്റോക്കുകളും ആ ഒരു ലോസ് റിക്കവർ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു 29 സ്റ്റോക്കുകളിൽ ലിസ്റ്റിംഗ് ഗെയിൻ നേടിയത് 22 സ്റ്റോക്കുകളാണ്. അത് ലിസ്റ്റിങ്ങിന് ശേഷം പക്ഷേ 2 സ്റ്റോക്കുകൾ ലോസിലും വന്നതായിട്ടും നമുക്ക് കാണാം. ഏറ്റവും ഹയസ്റ്റ് ലിസ്റ്റിംഗ് ഗെയിൻ നേടിയ സ്റ്റോക്ക് ക്വാഡ്രന്റ് ഫ്യൂച്ചർ ടെക് എന്നൊരു സ്റ്റോക്കാണ്. 53% ഒരു ലിസ്റ്റിംഗ് ഗെയിനാണ് അത് നേടിയത്. ഇപ്പോൾ അത് 75% റിട്ടേണോടുകൂടിയാണ് മാർക്കറ്റിൽ നിൽക്കുന്നത്. എന്നാൽ ഹയസ്റ്റ് റിട്ടേൺ ഇതുവരെ ഏറ്റവും കൂടുതൽ നൽകിയ ഈ വർഷത്തെ IPO ലിസ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ ക്വാളിറ്റി പവർ ഇലക്ട്രിക്കൽ എക്യുപ്മെൻ്റ് ആണ് ഏറ്റവും വലിയ റിട്ടേൺ നൽകിയത്. 88% റിട്ടേൺ ആണ് അത് ലിസ്റ്റിങ്ങിന് ശേഷം നൽകിയിട്ടുള്ളത്. എന്നാൽ 50% കൂടുതൽ ലിസ്റ്റിംഗ് ഗെയിൻ നേടിയ 5 സ്റ്റോക്കുകൾ കാണാം. അതിൽ ഈ പറഞ്ഞ ക്വാഡ്രന്റ് ഫ്യൂച്ചർ ടെക്കും ക്വാളിറ്റി പവർ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റും ഉണ്ട്. അത് കൂടാതെ സ്കോഡ ട്യൂബ്സ്, പ്രോസ്റ്റാം ഇൻഫോ സിസ്റ്റംസ്, സംഭവ് സ്റ്റീൽ, ഈ 3 ന്യൂലി ലിസ്റ്റഡ് സ്റ്റോക്കുകളും 50% ഗെയിന് ഇതുവരെ ഉണ്ടാക്കിയതായിട്ട് കാണാം. ഇനി അതിന് തൊട്ടടുത്ത് 30 മുതൽ 45% വരെ റിട്ടേൺ നൽകിയിട്ടുള്ള 4 സ്റ്റോക്കുകൾ കാണാം. അതിലൊന്ന് സ്റ്റാൻഡേർഡ് ഗ്ലാസ് ലൈനിങ് ടെക്നോളജി ലിമിറ്റഡ്, അതുപോലെ ബെൽറൈസ് ഇൻഡസ്ട്രീസ്, അതുപോലെ എലൻ ബാരി ഇൻഡസ്ട്രിയൽ ഗ്യാസസ് ലിമിറ്റഡ്, അതുപോലെ ക്രിസാക്ക് ലിമിറ്റഡ്. ഈ 4 സ്റ്റോക്കുകളും ഏകദേശം 30 മുതൽ 45% വരെ റിട്ടേൺ നൽകിയതായിട്ട് കാണാം. അപ്പോൾ മറ്റു വർഷങ്ങളെ അപേക്ഷിച്ച് 2025 ഈ ജൂലൈ വരെ നമ്മൾ നോക്കുമ്പോൾ മൊത്തത്തിലുള്ള IPOകളുടെ എണ്ണം 29 എണ്ണം മാത്രമേ കാണാൻ കഴിയുള്ളൂ. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ രീതിയിലായിരുന്നില്ല IPO വന്നിരുന്നത്. ആ വർഷം പകുതിയാകുമ്പോൾ തന്നെ ഇപ്പോഴുള്ള 29ന്റെ ഏകദേശം ഇരട്ടിയോളം IPOകൾ മാർക്കറ്റിൽ വന്നിരുന്നു. അപ്പോൾ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ IPOകളുടെ വരവ് വളരെ കുറവാണ്. പക്ഷേ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കമ്പനികൾ നല്ല റിട്ടേൺ നൽകുന്നതായിട്ടും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഇത്തരം പുതിയ സ്റ്റോക്കുകളിൽ ലിസ്റ്റിങ്ങിന് ശേഷമാണ് ആ സ്റ്റോക്കുകളിലേക്ക് തിരിയുന്നത് എന്നും കൂടി നമുക്ക് കാണാൻ കഴിയും.
ഇതുപോലെ നമ്മൾ മാർക്കറ്റിൽ കാണുന്ന മറ്റൊരു പ്രവണത, നല്ല രീതിയിൽ റാലി നടന്ന ഡിഫൻസ് സ്റ്റോക്കുകളിൽ ഇപ്പോൾ ഒരു ഫോളാണ് നടക്കുന്നത്. കഴിഞ്ഞ ഒരു മാസം മാത്രം ഏകദേശം 5% ഫോള് ഈ ഡിഫൻസ് സ്റ്റോക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് നമ്മൾ കാണുന്നത്, പല മ്യൂച്വൽ ഫണ്ട് ഹൗസുകളും അവരുടെ ഡിഫൻസ് സെഗ്മെൻറ്റിലുള്ള അവരുടെ എക്സ്പോഷർ കുറച്ചതായിട്ട് കാണാം. ഏകദേശം 1700 കോടിയോളം സെല്ലിങ് ഡിഫൻസ് സ്റ്റോക്കുകളിൽ മാത്രം നടന്നതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഈ ഡിഫൻസ് സ്റ്റോക്കുകളുടെ വാല്യുവേഷൻ വളരെയധികം ഹൈയായതാണ് ഇത്തരത്തിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനെ അവരെ പ്രേരിപ്പിച്ചത്. അപ്പോൾ അത് ഓരോ സ്റ്റോക്ക് വൈസ് നോക്കുകയാണെങ്കിൽ സോളാർ ഇൻഡസ്ട്രീസിൽ 952 ക്രോറിൻ്റെ സെല്ലിംഗ് നടന്നിട്ടുണ്ട്. സെൻ ടെക്നോളജിയിൽ 192 ക്രോറിൻ്റെ സെല്ലിംഗ് നടന്നിട്ടുണ്ട്. ഭാരത് ഫോർജിൽ 165 കോടിയുടെ സെല്ലിംഗ് നടന്നിരുന്നു. അതുപോലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിൽ 153 കോടിയുടെ സെല്ലിംഗ് ആണ്. കൊച്ചിൻ ഷിപ്പ് യാർഡിൽ 120 കോടിയുടെ സെല്ലിംഗ് നടന്നു. മസഗാൺ ഡോക്കിൽ 96 കോടിയുടെ സെല്ലിംഗ് നടന്നതായിട്ട് കാണാം. അതുപോലെ ഭാരത് ഡൈനാമിക്സ്, യൂനിമെക്ക്, BEL പോലെ ഉള്ള ഏകദേശം 7ഓളം സ്റ്റോക്കുകളിൽ 100 കോടിയിൽ താഴെയുള്ള സെല്ലിംഗ് നടന്നതായിട്ട് കാണാം. ഹൈ വാല്യുവേഷൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നതിൻ്റെ ഭാഗമായിട്ട് പല മ്യൂച്വൽ ഫണ്ട് ഹൗസുകളും ഈ രീതിയിൽ പ്രോഫിറ്റ് എടുത്തത് കൊണ്ടാണ് ഡിഫൻസ് സെഗ്മെന്റിൽ ഒരു ഫോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ വാല്യുവേഷൻ നോർമൽ ആകുന്നത് വരെ ഈ ഒരു ഡൗൺ ട്രെൻഡ് തീർച്ചയായിട്ടും സെഗ്മെന്റിൽ പ്രതീക്ഷിക്കേണ്ടി വരും. അപ്പോൾ അതിന്റെ വാല്യുവേഷൻ നോർമൽ ആകുമ്പോൾ മാത്രം അതിൽ ഫ്രഷ് എൻട്രി എടുക്കുന്നതായിരിക്കും കൂടുതൽ സേഫ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.